എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 6 ശ്ലോകം 25, 26, 27, 28, 29, 30 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഇക്ഷ്വാകുവിന്റെ പുത്രന്മാരെ പറ്റിയിട്ടുള്ള വംശത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 25, 26. ബർഹണാശോ നികുംഭസ്യ കൃശാശോ ദാസ്യസേനജിൽ യുവനാശോ ഭവത്തസ്യ സോനപത്യോ വനംഗത ഭാര്യാശതേന നിർവിണ്ണ ഋഷയോസ്യ കൃപാലവ ഇഷ്ടിം സ്മ വർത്തയാം ചക്രൂ ഐന്ദ്രീം തേ സുസമാഹിതാഃ. നിർവിണ്ണ ദുഃഖിച്ച മനസ്സോടുകൂടിയവൻ, അനപത്യ സന്താനമില്ലാത്തവൻ, സുസമാഹിതാഹ ഏറ്റവും ഉറപ്പിച്ച മനസ്സോടുകൂടിയവർ, ഐന്ദ്രീം ഇഷ്ടിം ഇന്ദ്രനാകുന്ന ദേവതയോടുകൂടിയ യാഗത്തെ വർത്തയാം ചക്രു നടത്തി. നികുംഭന്റെ പുത്രൻ ബർഹണാശ്വൻ, അദ്ദേഹത്തിന്റെ പുത്രൻ കൃശാശ്വൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സേനജിത്ത്, അദ്ദേഹത്തിന്റെ പുത്രൻ യുവനാശ്വൻ. ഈ യുവനാശ്വന് 100 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ടും അവരിൽ ആർക്കും സന്താനം ഉണ്ടായില്ല. അപ്പോൾ വളരെ ദുഃഖമായി യുവനാശ്വന്. അങ്ങനെ 100 ഭാര്യമാരോടും കൂടിയിട്ട് ഋഷിമാര് താമസിക്കുന്ന വനത്തിൽ ചെന്ന് താമസിച്ചു, ആ ഋഷിമാരുടെ അനുഗ്രഹം മേടിക്കാനായിട്ട്. അപ്പോൾ ഋഷിമാർക്ക് അദ്ദേഹത്തിന്റെ പേരിൽ വളരെ കരുണ തോന്നി. അപ്പൊ അവര് ആലോചിച്ചു, എന്താണ് ഇപ്പൊ ഇദ്ദേഹത്തിന് സന്താനം ഉണ്ടാവാതിരിക്കാൻ കാരണം? അവർക്ക് യോഗശക്തി ഉണ്ടല്ലോ. അവര് ആലോചിച്ചപ്പോ സമാധി ദൃഷ്ടി കൊണ്ട് അവർക്ക് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ സന്തോഷിപ്പിക്കുന്ന ഒരു യാഗം നടത്താം എന്ന് മഹാരാജാവിനോട് പറഞ്ഞ് ഇവരുടെ നേതൃത്വത്തില് ഒരു യാഗം അങ്ങോട്ട് നടത്തുകയാണ്. രാജാ തൽ യജ്ഞസദനം പ്രവിഷ്ടോ നിശിതർഷിത ദൃഷ്ട്വാ ശയാനാൻ വിപ്രാൻസ്താൻ പപൗ മന്ത്രജലം സ്വയം. നിശി രാത്രിയിൽ തർഷിത ദാഹത്തോടുകൂടിയ രാജാവ് തത് യജ്ഞസദനം ആ യാഗശാലയെ പ്രവേശിച്ചവനായിട്ട് താൻ വിപ്രാൻ ആ വിപ്രന്മാരെ ശയാനാൻ ദൃഷ്ട്വ ശയിക്കുന്നവനായി കണ്ടിട്ട് മന്ത്രം ജപിച്ചതായ ജലത്തെ സ്വയം പപൗ താൻ തന്നെ പാനം ചെയ്തു. അപ്പോ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരു മന്ത്രം ജപിച്ച് ഭാര്യ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രം ജപിച്ചിട്ട് ഒരു കുടത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഹർഷിമാര്. ഈ യുവനാശ്വൻ എന്ന മഹാരാജാവിന് ദാഹം സഹിക്കാതെയായി. അപ്പോ രാത്രിയില് ആ യാഗശാലയില് ചെല്ലുകയാണ് അദ്ദേഹം. ദാഹം എവിടുന്നാ വെള്ളം കിട്ടാന്നറിയില്ല. അപ്പൊ യാഗശാലയിൽ ചെന്ന് നോക്കി. അപ്പൊ അവിടെ ഒരു കുടത്തില് കുറച്ച് വെള്ളം, ബ്രാഹ്മണരെല്ലാവരും ഉറങ്ങുക. അപ്പൊ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ജലം എടുത്തു കുടിച്ചു. ഇതെന്തായിരുന്നു? ആ ജലം ആ രാജാവിന്റെ പത്നിക്ക് പുരുഷസന്താനം ഉണ്ടാകണമെന്ന സങ്കല്പത്തോട് കൂടിയിട്ട് ആ ബ്രാഹ്മണര് മന്ത്രം ജപിച്ചു വെച്ചത് ജലമായിരുന്നു അത്. അത്ര ശക്തിയുള്ള മന്ത്രജലം. ഉത്ഥിതാസ്തേ നിശമ്യാഥ യുദകം കലശം പ്രഭോ പപ്രച്ഛ കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. ഉത്ഥിതാത്തെ എഴുന്നേറ്റവര് വ്യുദകം കലശം ജലം ഒഴിഞ്ഞിരിക്കുന്ന കലശത്തെ നിശാമ്യ കണ്ടിട്ട് പ്രഭോ ഹേ രാജാവേ പുംസവനം ജലം പുരുഷസന്താനം ജനിപ്പിക്കാൻ ജപിച്ച ജലം പീതം പാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതം കസ്യ കർമ്മ ഇത് ആരുടെ പ്രവൃത്തി എന്ന് പപ്രച്ഛ ചോദിച്ചു. ബ്രാഹ്മണര് ഉറങ്ങി എണീട്ട് നോക്കി ആ കുടത്തിലെ ജലം നോക്കിയപ്പോ അതിങ്ങനെ ഒഴിഞ്ഞിരിക്കണു, കുടത്തില് ഒന്നുമില്ല. അപ്പൊ രാജാവിനോട് ചോദിച്ചു അവര്, ഹേ പ്രഭു ആ പുരുഷപ്രജ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങള് പുംസവനം ജപിച്ച് വെച്ചിരുന്ന ഈ മന്ത്രജലം അത് ആ കല ഒഴിഞ്ഞു കാണാണ്ടല്ലോ, ആരാ അത് ചെയ്തത്? അതിലൊന്നുമില്ലല്ലോ, കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ആരുടെ പ്രവൃത്തിയാണെന്ന് അവര് ചോദിക്കുക. അപ്പോഴാണ് മഹാരാജാവ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. രാജ്ഞാപീതം വിദിത്വാഥ ഈശ്വര പ്രഹിതേനതേ ഈശ്വരായ നമശ്ചക്രു അഹോ ദൈവബലം ബലം. അവര് വിചാരിച്ചു ഈശ്വരപ്രഹിതേന ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ട രാജാവിനാൽ പീതം വിദിത്വ പാനം ചെയ്യപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ട് തേ അവർ അഹോ ആശ്ചര്യം ദൈവബലം ദൈവത്തിന്റെ ബലം തന്നെ ദൈവത്തിന്റെ ബലം തന്നെ
ബലം, മുഖ്യബലം എന്ന് പറഞ്ഞ് ഈശ്വരനായിക്കൊണ്ട് നമസ്കരിച്ചു. ഇപ്പൊ രാജാവാണ് ഇത് പാനം ചെയ്തതെന്ന് അറിഞ്ഞ ബ്രാഹ്മണര് പറയാണ്, മഹാരാജാവിനെ ഈ പ്രവൃത്തിക്കായിട്ട് പ്രേരിപ്പിച്ചത് ഭഗവാൻ തന്നെയായിരിക്കും, ആയിരിക്കും. അല്ലാതെ ഇപ്പൊ അദ്ദേഹത്തിന് ഈ യാഗശാലയിൽ വന്ന വെള്ളം കുടിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അത്ഭുതമായി. അപ്പൊ അവര് വിചാരിക്കണം, ആശ്ചര്യം തന്നെ, പുരുഷബലം ഒന്നും സാരമില്ല, ദൈവബലം തന്നെയാണ് മുഖ്യബലം. ഇതാണ് ഈശ്വരഹിതം. അതാ പറഞ്ഞത്, അഹോ ദൈവബലം ബലം, അത് തന്നെയാണ് മുഖ്യം. ഭഗവാനെ, അവിടുത്തെ മാഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ നമസ്കരിക്കുക. അല്ലാതെ എന്താ, അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അത്ഭുതമായി അവർക്ക്. തതക്കാല ഉപാവൃത്തെ കുക്ഷിം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യ തനയ ചക്രവർത്തി ജജാനഹ. തഥാ അനന്തരം കാലേ ഉപാവൃത്തെ, കാലം സംപ്രാപിച്ചപ്പോൾ, യുവനാശ്വന്റെ ദക്ഷിണം കുക്ഷിം, വലത്തെ കുക്ഷിയെ, നിർഭിദ്യ പിളർന്നിട്ട്, തനയ പുത്രൻ ജജാന ജനിച്ചു, ചക്രവർത്തിയായി. അങ്ങനെ ആ യുവനാശൻ എന്ന മഹാരാജാവ് പുരുഷൻ ഗർഭിണിയായി. ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഒരു പുരുഷൻ ഗർഭം ധരിച്ചു, പ്രസവിച്ചു എന്നൊക്കെ നമ്മള് പത്രത്തിലും ഇതിലൊക്കെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അതിനൊക്കെ അത് എത്രയോ മുമ്പ് തന്നെ ഭാഗവതത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. പുരുഷൻ, അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പുരുഷൻ ഗർഭം ധരിക്കണു, പ്രസവിക്കണു. അങ്ങനെ പുത്രോത്പത്തിയുടെ സമയമായപ്പോ ആ യുവനാശന്റെ ഉദരത്തിന്റെ വലത്തുഭാഗം പിളർന്നിട്ട് ആ പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സിസേറിയൻ അല്ലെ, അദ്ദേഹം ചക്രവർത്തിയായിട്ട് ഭവിച്ചു ആ പുത്രൻ. ആശ്ചര്യം തന്നെ എന്ന് അവര് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.